الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. صدق الله مولانا العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വിശുദ്ധിയുടെ വിസ്മയം ചേർത്ത ചരിത്ര ശകലങ്ങൾ ആണ് ഇന്നലെ ഒരൽപ്പം പറഞ്ഞതെങ്കിൽ ഇന്നതിൻ്റെ ബാക്കി ഒരൽപ്പ ചരിത്ര ശകലങ്ങൾ കൂടി കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഇന്ന് ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്താണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പടച്ചവൻ പറയാണ്, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്, ചീത്തയും നല്ലതും തമ്മിൽ സമമല്ല. ശുദ്ധിയുള്ളതും അശുദ്ധമായതും സമമല്ല. നല്ലതും വെടക്കും രണ്ടും വേറെ തന്നെയാണ്. രണ്ടും ഒരുപോലെ ഒരിക്കലും ആവൂല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ചീത്തകളുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാൽ പോലും ചീത്ത ഒരിക്കലും നല്ലതുപോലെ ആവില്ല. ചീത്ത എപ്പോഴും ചീത്തയാണ്. അതെത്ര കൂടുതലുണ്ടായാലും എത്ര ആളുകൾ ചെയ്യുന്നു എന്ന് വന്നാലും ഒക്കെ ചീത്തയായ കാര്യം അത് മോശം തന്നെ, ഒഴിവാക്കപ്പെടേണ്ടത് തന്നെ. ഇന്നത്തെ കാലഘട്ടം ചുറ്റും പരിശോധിച്ചാൽ നന്മകൾ കാണാൻ കുറവാണ്. അതേസമയത്ത് തിന്മകൾ എമ്പാടും കാണാൻ കഴിയും. ചീത്ത പ്രവൃത്തികൾ, ചീത്ത വാക്കുകൾ, ചീത്ത പെരുമാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ, ജനങ്ങൾ മൊത്തം അങ്ങനെയല്ലേ. നാട് ഓടുമ്പോൾ നടുകെ ഓടണ്ടേ എന്നൊക്കെ ചില ന്യായങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്ന തിന്മകൾക്കും വേണ്ടാത്തരങ്ങൾക്കും വൃത്തികേടുകൾക്കും നമ്മളിങ്ങനെ സമാധാനം കൊള്ളാൻ വേണ്ടി ഇങ്ങനത്തെ ചില വാക്കുകൾ പ്രയോഗിക്കും. അത് ശരിയല്ല. എത്ര ചീത്തകൾ വർദ്ധിച്ചാലും ആ ചീത്തകളുടെ ഇടയിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്ത് ജീവിക്കാനുള്ള പക്വതയും ശ്രദ്ധയും ജാഗ്രതയുമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഖുർആൻ പറയാണ് തുടർന്ന്, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളോലെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? തഖ്വ ശ്രദ്ധിച്ച് ജീവിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എന്താണ്? ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ്. അത് വിളിച്ചു പറയുന്നത് എങ്ങനെ? ബുദ്ധിയുള്ളോലെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും എന്നാണ്. ഇത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നിയന്ത്രിക്കുന്ന ഒരു മന്ത്രമായി മാറണം. നമ്മൾ ഏത് വിഷയത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ ശ്രദ്ധ വേണം. നല്ലതും ചീത്തയും തമ്മിൽ വേറെ തന്നെയാണ്. അത് രണ്ടും ഒരുപോലെ അല്ല. നല്ലത് നല്ലത് തന്നെ, ചീത്ത ചീത്ത തന്നെ. ചീത്തയോട് നമ്മൾ സമരസപ്പെടാൻ പാടില്ല. അതെത്ര കൂടുതലുണ്ടെങ്കിലും എത്ര ധാരാളമുണ്ടെങ്കിലും ആധിക്യമുണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ പോകണ്ട. ഇന്നലെ നമ്മൾ പേന എഴുതാൻ വേണ്ടി വായ്പ വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ മറന്നിട്ടാണ്. കിലോമീറ്ററുകളോളം ദൂരെയുള്ള മറ്റൊരു രാജ്യത്ത് എത്തിപ്പെട്ട ആൾ തിരിച്ചു വന്ന ചരിത്രമല്ലേ പറഞ്ഞത്. സമാനമായ മറ്റൊരു ചരിത്രം നമുക്കൊക്കെ പരിചയമുള്ള ഒരു മഹാമനീഷിയുണ്ട്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ വലിയ ഒരു മഹാൻ രാജാവായിരുന്നു, രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. അതെല്ലാം വിട്ട സൂഫിസത്തിൽ അള്ളാഹുവിനുമായിട്ടുള്ള അടുപ്പത്തിലും ലയനത്തിലും ജീവിതം തീർത്തിട്ടുള്ള ഒരു മഹാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. എത്രയോ ചരിത്ര കഥാപ്രസംഗമൊക്കെ കേട്ടതാണ്. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഖുദ്സിൽ വന്നു. ഖുദ്സിൽ വന്നിട്ട് അവിടുന്ന് നമ്മുടെ വിദേശ നാട്ടിൽ പോയാൽ തിരിച്ചു പോരുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങുമല്ലോ, വീട്ടിലേക്കുള്ളതോ സ്വന്തം ആവശ്യത്തിനുള്ളതോ അല്ലെങ്കിൽ ഓർമ്മയായിട്ട് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മളൊക്കെ വാങ്ങും. നല്ലതുമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ എന്ത് ചെയ്തു? ഖുദ്സിൽ നിന്ന് ഒരൽപ്പം ഈത്തപ്പഴം വാങ്ങി.
ഈത്തപ്പഴം വാങ്ങി തിരിച്ചു പോയി നോക്കുമ്പോൾ താൻ കാശ് കൊടുത്ത കാശിന് സമാനമായ ഈത്തപ്പഴത്തിൽ നിന്നും ഒരു ചുള അധികം അദ്ദേഹത്തിന്റെ കെട്ടിന്റെ പുറത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാക്കിങ്ങിൽ ഒന്ന് കൂടുതൽ കുടുങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഇവിടെത്തി ഖുദ്സിൽ നിന്ന് ഇറാഖിലെ ബസറയിൽ എത്തിക്കഴിഞ്ഞു. ഇറാഖിലാണ് കൂഫ, ബസറ ഒക്കെ. ഇറാഖിലെത്തി ഇബ്രാഹിം. അപ്പൊ താൻ കടയിൽ നിന്ന് വാങ്ങിയ കാരക്ക പാക്കറ്റിൽ ഞാൻ കൊടുത്ത കാശിനുള്ള കാരക്കയേക്കാൾ ഒരു ചുള കൂടുതൽ എക്സ്ട്രാ മറ്റൊരു സ്ഥലത്ത് വീണ് കിടക്കുന്നത് കാണുന്നത് അദ്ദേഹത്തിന്റെ സഞ്ചിക്കുള്ളിൽ. അപ്പൊ ഇത് ആ കടക്കാരൻ്റെതാണല്ലോ. പക്ഷെ ഈ കടക്കാരൻ ഇതെനിക്ക് തന്നതല്ലല്ലോ, ഇത് കെട്ടിന് പുറത്തുള്ളതാണ്, ഇതെന്തായാലും വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് അദ്ദേഹം അറിയാതെ അയാളെടുത്ത് വീണ് പോയതാണ്, ഞാനും അറിയാതെ എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷെ ഇതെനിക്ക് ഹലാലാക്കണമെങ്കിൽ അയാൾ പൊരുത്തപ്പെടണ്ടേ. അതുകൊണ്ട് വീണ്ടും ഇറാഖിലെ ബസറയിൽ നിന്ന് ഖുദ്സിലേക്ക് തന്നെ വീണ്ടും മഹാനവറുകൾ തിരിച്ച് യാത്ര കയറി. ഈ ഒരു ചുള കാരക്ക അയാൾ തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ട. അത്രയും വിശുദ്ധിയും സൂക്ഷ്മതയുമാണ് നമ്മുടെ മുൻഗാമികള് കാണിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ആരത് മറ്റവന്റെ കയ്യിലുള്ളതും മറ്റവന്റെ അധീനപ്പെട്ടതുമായ സംഗതികളും സാധനങ്ങളും സ്വത്തുക്കളും എങ്ങനെ നമ്മുടെ കൈക്കലാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ് നമ്മളെ ഇന്നത്തെ സമൂഹത്തിന്റെ പോക്ക്. അപ്പൊ അത് അത്രയും ശരിയല്ല. വെടക്കുകൾ വർദ്ധിച്ചിട്ട് അത് നിന്നെ ആശ്ചര്യപ്പെടുത്തും വിധം അത്രയും വിവരപ്പെട്ടാൽ പോലും വെടക്ക് നമുക്ക് വെടക്ക് തന്നെ വേണ്ട, അതിനെ ഒഴിവാക്കണം. മറ്റൊരു ചരിത്ര പുരുഷനാണ് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ ഒക്കെ സ്ട്രൈറ്റ് ആയിട്ട് ഉള്ള ആളാണ്. പക്ഷെ നല്ല മനുഷ്യന്മാർക്കും ഭരണാധികാരികളുടെ മുമ്പിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതോ അവരുടെ ലൈനിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള ആളുകളായിക്കൊള്ളുന്നില്ല. അവരുടെ നിയമം അനുസരിക്കുന്നത് പ്രകാരം ചിലപ്പോൾ ഇയാൾ എന്തായിരിക്കും പിടിക്കപ്പെടും. അങ്ങനെ ജയിലിൽ പോയ ഒരുപാട് മഹത്തുക്കളുണ്ട്. ജയിലിലടക്കപ്പെട്ട ഔലിയാക്കന്മാരുണ്ട്, ജയിലിലടക്കപ്പെട്ട നിരപരാധികളുണ്ട്. ഇന്നും നമ്മുടെ ഈ രാജ്യങ്ങളിൽ കാണുന്ന ജയിലുകളിലുള്ള ആളുകളൊക്കെ എല്ലാവരും അപരാധികളും കുറ്റം ചെയ്തവരുമാണോ? എത്രയോ നിരപരാധികളുണ്ട്. നമ്മുടെ വെള്ളിയാഴ്ച തോറും ഖുതുബയിൽ ഉൾപ്പെടുത്തിയിട്ട് ഖുതുബയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് എന്ന് കാണാൻ. അന്യാധീനപ്പെട്ടുകൊണ്ട് അവിഹിതമായി അനർഹമായി ജയിലിലകപ്പെട്ടു പോയവരെ മോചിപ്പിക്കണേ പടച്ചോനെ. വെള്ളിയാഴ്ച മുസ്ലിംകൾ കൂടുന്നിടത്തിലൊക്കെ അവരത് പ്രാർത്ഥിക്കും. എന്താ? നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, അനീതി ഇല്ലാതെയായി. അപ്പൊ നിരപരാധികൾ ജയിലിലുള്ളവർ ഉണ്ട്, അവർക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇത് വയർക്കണം. ആകട്ടെ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഇതേപോലെ ജയിലിൽ അകപ്പെട്ടു. രാജ്യത്തിന്റെ ഭരണമല്ലേ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാരണങ്ങളുണ്ടാവും. പക്ഷെ ഈ ദുന്നൂനുൽ മിസ്രി ഒരു സാധാരണക്കാരനായിരുന്നില്ല, ഇതെല്ലാവർക്കും അറിയാം. അയാളൊരു സാധാരണക്കാരനല്ല. അങ്ങനെ ജയിലിലകപ്പെട്ട ദുന്നൂനുൽ മിസ്രിക്ക് വേണ്ടി ഒരു വീട്ടിലെ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചു. ഇന്നത്തെ പോലെ ജയിൽ ചപ്പാത്തി ഒന്നും അന്നുണ്ടായിക്കൊള്ളുന്നില്ല. ഗോതമ്പിന്റെ ഉണ്ടയും ജയിൽ ചപ്പാത്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ജയിലിൽ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല. പണ്ട് കാലത്ത് അങ്ങനെയല്ല, ജയിലിൽ പോയ പട്ടിണിയാണ്. അപ്പോ ഈ ഇഷ്ടപ്പെട്ട ഒരു ആത്മീയ ഗുണമുള്ള ദുന്നൂനുൽ മിസ്രി ജയിലിലകപ്പെട്ടാൽ സ്വാഭാവികമായും അദ്ദേഹത്തോട് ബഹുമാനമുള്ള ആളുകൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം ജയിൽ മേധാവിയുടെ കയ്യിൽ കൊടുത്തയച്ചു. ഇത് നിങ്ങൾ തിരിച്ച് ജയിലിലാക്കിയിട്ടുള്ള ദുന്നൂനുൽ മിസ്രിക്ക് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജയിൽ മേധാവി ഈ ഭക്ഷണം കൊണ്ട് ദുന്നൂനുൽ മിസ്രിക്ക് കൊടുത്തതാ, ഒരു ഉമ്മ കൊടുത്തയച്ചതാ. അപ്പൊ ദുന്നൂനുൽ മിസ്രി പറഞ്ഞത് അതെനിക്ക് വേണ്ട. ഈ ജയിലിൽ പട്ടിണി കിടക്കുന്ന ദുന്നൂനുൽ മിസ്രി പറയണം അതെനിക്ക് വേണ്ട. ഈ ജയിൽ മേധാവി ഒരു മഹാവാലിമാണ്, അക്രമിയാണ്. ഓന്റെ കയ്യിലൂടെ കിട്ടിയത് എനിക്ക് വേണ്ട. അതാണ് അവിടുത്തെ പരിശുദ്ധി. എനിക്ക് ഈ ഭക്ഷണം കൊടുത്തയച്ച ആള് നല്ല ആളാണ്, പക്ഷെ ഈ വന്ന വഴി ശരിയില്ല. ഈ അക്രമിയുടെ കൈകളിലൂടെ കിട്ടിയത് എനിക്ക് വേണ്ട. ഈ അക്രമിയുടെ കൈ തൊട്ട സാധനം എനിക്ക് വേണ്ട. അത്രയും പരിശുദ്ധി ഈ ഒരു ആപൽഘട്ടത്തിൽ പോലും അവർ കാത്തു സൂക്ഷിച്ചു എന്നാണ് ഈ ചരിത്രം നമുക്ക് തരുന്ന പാഠം. ഇതൊരു ചെറിയൊരു വിഷയമൊന്നുമല്ല.
നമ്മൾ ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാനും അതുകൊണ്ട് മതിയാക്കാനും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എനിക്കും വിസ്മയ ചരിത്രം കൂടുതൽ പറയാൻ നേരമില്ല. മറ്റൊരാള് പണ്ടത്തെ മഹാന്മാരാണ്. നമ്മൾ വലിയ സ്നേഹബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. നമ്മളെന്താ ചെയ്യേണ്ടത്? എന്തുള്ള ആളുകൾ സന്ദർശിക്കണം. സുഖമില്ലാണ്ടായി എന്ന് കേട്ടാൽ പോയി കാണണം, വിവരം അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു മഹാൻ തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകണം. അതിൽ രോഗത്തിൽ കിടപ്പിലാണെന്നാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടി പോയി. സുഹൃത്തിനെ കാണാൻ അത്രയും അടുപ്പുള്ള ആളുകൾ തമ്മിൽ പരസ്പരം സന്ദർശിക്കാൻ പറ്റിയ ശ്രേഷ്ഠമായ സമയം രാത്രിയാണ്, പകലിനേക്കാൾ. അങ്ങനെ രാത്രി പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അയാൾ മരണം ആസന്നനായി കിടക്കുകയാണ്, അവസാനത്തെ അവസ്ഥയിലാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ അടുത്തിരുന്നിട്ട് അയാൾക്ക് ആശ്വാസമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളെന്ന് മരിച്ചു. ഈ കിടക്കണമെന്ന് മരിച്ചു. മരിച്ച സമയത്ത് വേഗം ഇദ്ദേഹം എന്ത് ചെയ്തു? ആ മയ്യത്തിന്റെ ശേഷക്രിയകൾ ചെയ്യുന്നതോടൊപ്പം ഇയാൾ പറഞ്ഞ് വിളക്ക് കെടുത്തി. ഈ സന്ദർശിക്കാൻ വന്ന ആളെന്താ പറയുന്നത്? വിളക്ക് കെടുത്തി. നമ്മൾ പറയാം ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കുന്നല്ല പറയാ, ഇത് വിളക്ക് കെടുത്തി. അപ്പൊ എന്തിനാ വിളക്ക് കെടുത്താൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാം, ഇന്നഹുൽ ആന സാറ ഫീ മിൽകിൽ വറഫ. ഇയാളുടെ റൂഹ് പിരിയലോടുകൂടി ഈ വീട്, ഈ സ്വത്ത്, ഈ കാണുന്നതെല്ലാം ആരുടെ സ്വത്തായി മാറി? ഇയാളുടെ അനന്തരാവകാശികളുടെ സ്വത്തായി മാറി. ഇനി ഇയാളുടെ നിയന്ത്രണത്തിലല്ല, അയാൾ വെച്ചുപോയി. ഇനി അനന്തരാവകാശികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇപ്പൊ വളർന്നെത്തിക്കേണ്ടുള്ളൂ. ഈ അനന്തരാവകാശികളുടെ സ്വത്ത് എങ്ങനെ, എപ്പോൾ, എത്ര അളവിൽ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടതാരാ? അനന്തരാവകാശികളാ. അപ്പൊ ഇയാളുടെ ഉടമാധികാരം ഇയാൾ ഞാൻ വെച്ചാണല്ലോ. അയാളുടെ അവകാശം കഴിഞ്ഞ് മറ്റോല്ലേ ഒരു വേണമെങ്കിൽ കത്തിച്ചോട്ടെ. അത്രയും സൂക്ഷ്മത പുലർത്താൻ ആർക്ക് കഴിയും? നമ്മളിപ്പോ മരിച്ചിടത്തിലേക്ക് വിളി വരും, ഇന്ന് ദ്വാരിപ്പിക്കലാണ്, എല്ലാവരും വരണോ? പാഞ്ഞൂടരുത്, ചിന്തിക്കണം. ആ മരിച്ച വീട്ടില് അയാള് മരിച്ചുപോയി, പക്ഷെ അയാളുടെ മക്കൾ യതീമുകളാണ്, പ്രായപൂർത്തി എത്താത്ത മക്കളാണ്. എങ്കിൽ നമ്മൾ അവിടെ പോകുന്നത് ശ്രദ്ധിക്കണം. കാരണം ഈ അവിടെ ദ്വാരിപ്പിക്കലാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഏത് സ്വത്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയോ? ആ മരിച്ചയാളുടെ ബാക്കി സ്വത്തുണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അയാളുടെ സ്വത്ത് എടുത്തിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഈ ദ്വാരിപ്പിക്കൽ കഴിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് കഴിക്കാൻ പാടില്ല. എന്താ കാരണം? ആ സ്വത്ത് യതീമക്കളുടെ സ്വത്തായി പോയി. യതീമക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഇതുപോലെ നമുക്ക് വിചാരിച്ചതുപോലെ ദ്വാരിപ്പിക്കൽ കഴിക്കാനും ആണ്ട് കഴിക്കാനും ഒന്നും ആ സ്വത്ത് നമ്മൾ എടുക്കാൻ പറ്റൂല. പിന്നെ ഈ മരിച്ചയാളുടെ സുഹൃത്തുക്കളോ ജ്യേഷ്ഠാനുജന്മാരോ അവരുടെ സ്വത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ സദ്യ ഉണ്ടാക്കുന്നതെങ്കിൽ, ദ്വാരിപ്പിക്കൽ കഴിക്കുന്നതെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യാം. മറ്റേത് യതീമക്കളതായി പോയിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിക്കണം. ചില ആളുകളൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇത് കുറച്ച് അപകടമുള്ളതാണ്. യതീമിൻ്റെത് എന്ന് പറയുമ്പോൾ അപകടമുള്ളതാണ്. അപ്പോൾ മരിച്ചിടത്തിന് പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. യതീമക്കളാണെങ്കിൽ നല്ല കരുതൽ ആ വിഷയത്തിൽ വേണം എന്ന് ഓർമ്മപ്പെടുത്തണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറുകൾ പ്രദാനം ചെയ്യട്ടെ. നല്ലത് നല്ലതായി മനസ്സിലാക്കി പ്രാവർത്തിക തലത്തിൽ കൊണ്ടു നടക്കാനും തെറ്റിനെ തെറ്റായി കണ്ട് ഉപേക്ഷിക്കാനുമുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.